ഭൂരിപക്ഷ ഇസ്ലാമിക രാജ്യമായ തുർക്കിയിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതായ റിപ്പോർട്ട്. സർക്കാരിന്റെ നടപടി ക്രൈസ്തവർക്ക് നേരെയുള്ള ഭീഷണിയും വിവേചനവുമാണെന്ന് ക്രിസ്ത്യൻ നിയമ സംഘടനയായ അലയൻസ് ഡിഫെൻഡിംഗ് ഫ്രീഡം യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ചൂണ്ടിക്കാട്ടി. ഭൂരിപക്ഷ ഇസ്ലാമിക രാജ്യമായ തുർക്കിയിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ പ്രവേശിക്കുന്നതിന് വിശദീകരണമില്ലാത്ത വിലക്ക് ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട്. തുർക്കി സർക്കാരിന്റെ നടപടി ക്രൈസ്തവർക്ക് നേരെയുള്ള ഭീഷണിയും വിവേചനവുമാണെന്ന് ക്രിസ്ത്യൻ നിയമ സംഘടനയായ അലയൻസ് ഡിഫെൻഡിംഗ് ഫ്രീഡം യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ചൂണ്ടിക്കാട്ടി. ഇതോടകം നിലവിൽ 20 കേസുകൾ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. 2019 മുതൽ തുർക്കി അധികാരികൾ ചില ക്രൈസ്തവരുടെ പാസ്പോർട്ടുകളിൽ N82, G87 തുടങ്ങിയ സുരക്ഷാ കോഡുകൾ അടയാളപ്പെടുത്തുന്നുണ്ടെന്നും സാധാരണയായി തീവ്രവാദ സ്വഭാവമുള്ളവർക്കായി നീക്കിവെച്ചിരിക്കുന്ന കോഡാണിതെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. കുറഞ്ഞത് 160 വിദേശീയരായ ക്രിസ്ത്യൻ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഈ കോഡുകൾ നൽകിയിട്ടുണ്ട്. അതേസമയം ഇത് അനൌദ്യോഗിക കണക്കാണെന്നും യഥാർത്ഥ എണ്ണം 300-ൽ അധികം കൂടുതലായിരിക്കുമെന്നും ക്രിസ്ത്യൻ നിയമ സംഘടന അലയൻസ് ഡിഫെൻഡിംഗ് ഫ്രീഡം പറഞ്ഞു. വർഷങ്ങളോളം രാജ്യത്ത് നിയമാനുസൃതമായ താമസവും സേവനവും ഉണ്ടായിരുന്നിട്ടും വിദേശയാത്ര ചെയ്ത ക്രൈസ്തവർക്ക് തുർക്കിയിലേക്ക് വീണ്ടും പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. കേസുകൾ സംയുക്തമായി തുർക്കി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും അപേക്ഷകൾ ഒരുമിച്ച് പരിഗണിക്കുന്നതാണെന്നും യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് ചരിത്രപ്രസിദ്ധ പുരാതന ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയയെയും ഇസ്താംബൂളിലെ ഫാത്തിക് ജില്ലയിൽ സ്ഥിതി ചെയ്തിരുന്ന കോറയിലെ ഹോളി സേവ്യർ ബൈസന്റൈൻ ദേവാലയവും തുർക്കി ഭരിക്കുന്ന എർദോഗൻ ഭരണകൂടം മുസ്ലിം പള്ളിയാക്കി മാറ്റിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.